നമ്മള് പല 4 പോയിന്റ്സ് കഴിഞ്ഞിട്ട് ഇത് 5ാമത്തെ പോയിന്റിലോട്ടാണ് വരുന്നത്. അപ്പോ അത് നമ്മള് ഈ പോയിന്റ്സ് 5, 6, 7 പിന്നെ ലാസ്റ്റ് പാർട്ട് ജനറൽ ആയിട്ടുള്ള പാർട്ടാണ്. 5, 6, 7 ഈ 3 എണ്ണവും നമ്മുടെ ഹരിച്ചേട്ടൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് കുറെ ക്ലാരിഫിക്കേഷൻ അവിടെ നിന്ന് ഉണ്ടായി. അപ്പോൾ ഇന്നലത്തെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം ആ കംപ്രസിംഗ് ഫെസിലിറ്റി എനിക്കില്ലായിരുന്നു, അദ്ദേഹത്തിനില്ലായിരുന്നു. ഓൾദോ ദ ടോക്ക് വാസ് റെക്കോർഡഡ്, അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്ന ശബ്ദം കിട്ടിയതും കൊണ്ട് ഞാൻ വിചാരിച്ചവിടെ റെക്കോർഡ് ചെയ്യായിരുന്നു. പക്ഷെ പിന്നെ റിട്രീവ് ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷെ നമ്മൾ എന്താണോ കേട്ടത്, മനസ്സിലാക്കിയത്, അത് വെച്ച് പിന്നെ ശരത്ജിയുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇന്ന്. അപ്പോ കേട്ടോണ്ടിരിക്കാനേ പറ്റൂ, കാരണം എനിക്കിത് മനസ്സിലാവുന്നില്ല. വേണ്ട, അത് വേണ്ട, നമുക്ക് കൂടുതലില്ല, കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പം അങ്ങ് തീർക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരു പാട്ട് ശരത്ജി കേട്ടിട്ടുണ്ട്. അതായത് 5ാമത്തെ പോയിന്റ് ഓർക്കുന്നുണ്ടോ? അവര് പറഞ്ഞത് ഈ പിന്നെ നമ്പേഴ്സ്, ഒരു സെറ്റിനകത്തെ നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പം അവ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ആയിരിക്കും. ട്രാൻസ്ഫൈനൈറ്റ് അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് അത് കോംപ്ലക്സ് നമ്പർ ആകാം, ചിലപ്പം കോംപ്ലക്സ് നമ്പർ ആകാം, അല്ലെങ്കിൽ പിന്നെ റേഷണൽ നമ്പേഴ്സ് ആകാം. മനസ്സിലായോ? ഇങ്ങനത്തെയും ആകാം. അല്ലെങ്കിൽ ട്രാൻസ്ഫൈനൈറ്റ് ഹോൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കാം. റിയൽ ഇന്റഗ്രൽ ലൈക്ക് ഇന്റീജേഴ്സിന്റെ പോലെ ഉണ്ടാകാം. നമ്മുടെ ആ നമ്പർ ലൈനിൽ നോക്കിയാൽ നമുക്ക് 0 മുമ്പുള്ള 1, 2, 3, 4 നമ്പേഴ്സും 0 അപ്പുറമുള്ള -1, -2, -3, 4 ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഫ്രാക്ഷൻസും വരും. മനസ്സിലായോ? അപ്പൊ ആ നമ്പർ ലൈനിൽ നിന്ന് ഹോൾ നമ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചാൽ ഒരു സെറ്റിനകത്ത് അത് നമുക്ക് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. പക്ഷെ ഇത് മാത്രം ആവണം എന്നില്ല. You can also include in those elements of the set, you can also include some irrational numbers or complex numbers. That also is possible. അപ്പൊ അങ്ങനത്തേതുള്ളതാണ് നമ്മൾ ഈ ട്രാൻസെൻഡന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ എലിമെന്റ്സ് ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസെൻഡന്റ് ഓർ ട്രാൻസ്ഫൈനൈറ്റ് നേച്ചർ ഓഫ് ദ നമ്പേഴ്സ്, അതായത് സെറ്റിനകത്തെ എലിമെന്റ്സിന്റെ അത് എന്തോ ചെയ്യാൻ പറ്റും. ആ നമ്പറിന്റെ മുകളില് പിന്നെ അതിനെ യു ക്യാൻ എക്സ്റ്റെൻഡ് കണ്ടക്ട് പിന്നെ അനന്തരഫലം അങ്ങനെ ഏതാണ്ടോ എക്സ്റ്റൻഷൻ നടത്താമെന്ന് പറഞ്ഞു. ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നല്ലോ കൊറോളയ്ക്ക്. എന്തായിരുന്നു നമ്മുടെ ഗുരു ഹരിച്ചേട്ടൻ ഉപയോഗിച്ചൊരു വേർഡ് ഫോർ എക്സ്റ്റൻഷൻ? അനന്തരഫലം എന്ന് അങ്ങനല്ലായിരുന്നു ഉപയോഗിച്ചത്? എക്സ്റ്റൻഷൻ. Okay, or some other ഡിഡക്റ്റീവ് നോളജ് അതിൽ നിന്ന് കിട്ടിയത് വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യു ക്യാൻ കണ്ടക്ട് ഓൺ ദോസ് നമ്പേഴ്സ്, യു ക്യാൻ കണ്ടക്ട് ഇൻഫിനിറ്റിസിമൽ, ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലി. എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ്, സപ്പോസിങ് ദോസ് നമ്പേഴ്സ് ഷോഡ് some function that can be broken up into small parts. Supposing it represents a growth, like the growth rate, etra growth, the distance, dx, d by dx differentiation ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ചേഞ്ച് തീരെ ചെറുതാണെങ്കിൽ, infinitesimally small anangil, tending to be almost close to zero, a change, then that also can be measured. And then overall, if you want to find the total area under one change that has taken place, ഈ മൂന്ന് കാര്യവും infinitesimal, differential and integral calculus deals with the rate of change that is not constant. അത് മനസ്സിലാക്കണം. ഒന്നിലും റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള റേറ്റിലല്ല. either there will be a de-acceleration, retardation or an acceleration.
അങ്ങനെ ആ സ്പീഡ് വേരി ചെയ്യുന്നത് ഈ ഗ്രോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓപ്പറേഷൻസ് ഇങ്ങനത്തെ നമ്പേഴ്സിൽ നടത്തിയാൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് നമ്പേഴ്സ് ആയിരിക്കും, ട്രൈഫൈനൈറ്റ് നമ്പേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയും കിട്ടുന്ന നമ്പേഴ്സും സെറ്റ്സിൽ തന്നെ വരുന്നുണ്ട്. സോ ദേ ഓൾ ഡീൽ വിത്ത് ഇൻഫിനിറ്റ് സീരീസ് വിത്ത് ആൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ആസ് ഇൻ ഓർഡിനൽ സീരീസ്. അപ്പോൾ ഇത് നമ്പറാണ് വരുന്നത്, ചില ലിമിറ്റ്സ് ഒക്കെ അവിടെ കാണിക്കേണ്ടി വരും, അതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ പറഞ്ഞു ഈ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ കാൽക്കുലേഷൻ, ഡിഫറൻസിയേഷന്റെ നേരെ എതിരാണ് ഇന്റഗ്രേഷൻ. ആ ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് ഈ സെറ്റിനകത്തെ നമ്പറിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് ആ നമ്പർ അതിൽ നിന്ന് നമുക്ക് ഈ സെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സെറ്റ്സിനകത്തൊക്കെ നമ്മൾ ഈ കാണുന്ന ഈ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ഓർ ദ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പം അതിനകത്ത് ഈ ഫ്രാക്ഷൻസ് ആർ ദെയർ ആൻഡ് ഡെസിമൽസ് ആർ ദെയർ. അപ്പോൾ ഈ ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഒക്കെ ആ തരം സംഖ്യകൾ നമ്മൾ പറയുന്നത് ഫ്രാക്ഷൻസ് ക്യാൻ ബി റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇതിനു മുമ്പേ പറഞ്ഞായിരുന്നു, പിന്നെ നമ്മുടെ ഹരിജി പറഞ്ഞു തന്നായിരുന്നു. റേഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറേഷണൽ നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? പി ബൈ ക്യൂ പറഞ്ഞായിരുന്നു. പി ബൈ ക്യൂ ഇഫ് ഇറ്റ് ഈസ് പിന്നെ സം integer and not equal to 0, then that fraction, for example p by q, p1 2 ആണ്, q3 ആണ്, അപ്പോൾ p by q 2 by 3. അപ്പോൾ അവിടെ 0 ഒന്നും വരരുത്, അങ്ങനെ ഫ്രാക്ഷൻസ് കിട്ടും. അതാ റേഷണൽ നമ്പേഴ്സ്. എന്നാൽ ഇറേഷണൽ നമ്പേഴ്സിൽ p by q where p and q are integers and is not equal to 0, ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യില്ല, അതിവിടെ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദോസ് ഫാക്ടേഴ്സ് കോൾഡ് ദ റൂട്ട് ആൻഡ് ദ പൈ, അങ്ങനെയൊക്കെ വാല്യൂ കിട്ടും. അപ്പോൾ അത് ഇറേഷണൽ നമ്പേഴ്സ് ആണ്. അതായത് ഇങ്ങനൊന്നും കിട്ടത്തില്ല. 3.66666 അത് ഇറേഷണൽ നമ്പർ അല്ല. ബട്ട് പൈ വിച്ച് ഇസ് 3.14 അങ്ങനെ അത് എൻഡ് ചെയ്യുന്നില്ല. 3.142 അങ്ങനെ. പിന്നെ അത് അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ദേ ആർ കോൾഡ് ഇറേഷണൽസ്. അങ്ങനത്തെ നമ്പേഴ്സും ഇതിനകത്ത് വരാം. പക്ഷേ ഈ തരം നമ്പേഴ്സ് നമ്മൾ പറയും അവ എന്താണ്, മാൻമേഡ് ആണെന്ന്. ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ് ദേ സേ ദേ കം ഫ്രോം ദ മൈൻഡ് ഓഫ് ഗോഡ്, മോർ ഡിവൈൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യം ഈ നമ്പേഴ്സിനെ കുറിച്ച് നമ്മുടെ സെറ്റ്സ്, അതായത് മോഡേൺ മാത്തമാറ്റിക്സിലെ ഉള്ള സെറ്റ്സിനെ സംബന്ധിച്ച് അതിനകത്തുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഈ പോയിന്റ് ഇത് തന്നെ നമ്മൾ മുന്നോട്ട് ഇതിനെ സംബന്ധിച്ച് പിന്നെ പറയുന്നത്, ഡെസ്കാർട്ടസ് പറഞ്ഞതുപോലെ ഈ ഗണിതശാസ്ത്രത്തില് ഓർഡറും മെഷറും ആണ് ഇതിനെ ടോട്ടൽ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് പിന്നെ എന്താണ് ആക്ടിവിറ്റി അല്ല ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓർഡറും മെഷറും, അളക്കുകയും ഒരു ക്രമീകരണവും. When order is thought of, refer to the vertical component, and when measure is thought of, it is horizontal. എന്ന് പറഞ്ഞാൽ അവിടെ ഹോറിസോണ്ടൽ മെഷറാണ് എന്ന് പറഞ്ഞാൽ അളക്കുന്നു, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവും ആൻഡ് അരിത്തമെറ്റിക്കൽ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അളക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ എഴുതി നമ്മളിങ്ങനെ സെറ്റ്സ്, സബ്സെറ്റ്സ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം that is on the horizontal plane. Just like, our experiments which we did in labs and all that, and we got the thing like that, even this subsets and all that, when they come to അവർ കണ്ടുപിടിച്ചിട്ടാണ് അത് കിട്ടുന്നത്. പക്ഷെ അത് ട്രൈ ചെയ്ത് വരുമ്പോൾ that is a quantitative and an arithmetical way of doing things, and that corresponds to the measure part of mathematics. The order part is comprised of that vertical component. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ
നമ്മുടെ മറ്റേ തലത്തിലോട്ട് പോകണം. അതായത് അബ്സ്ട്രാക്ഷൻ തലത്തിലോട്ട് പോകേണ്ടി വരും, ആ ലെവലിൽ പോകേണ്ടി വരും. സോ therefore in the universal group of ensembles in an infinite series, when taken with a zero, we refer to proper and improper elements which between them distinguish respectively the same horizontal and vertical aspects in the world of mathematics. അപ്പോൾ നമ്മൾ ഈ സെറ്റിൽ എടുക്കുമ്പോൾ സെറ്റിനകത്ത് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞുണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് ഒരു നിശ്ചിത എലമെന്റ് n നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ വേറെ ഒരു സബ്സെറ്റ് ഈ വലിയ സബ്സെറ്റിൽ നിന്ന് എലിമെന്റ്സ് എടുത്ത് ഉണ്ടാക്കി വരുന്ന ആ ചെറുതായിട്ട് ഉള്ള സബ്സെറ്റ്, അതിനകത്ത് എലിമെന്റ്സ് എല്ലാം ആ വലിയ സബ്സെറ്റിലുള്ളതാണെങ്കിൽ അത് പ്രോപ്പർ ആണ്. എല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലത് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, യു ടേക്ക് എ സെറ്റ് ഓഫ് 1, 2, 3, 4. ഈ 1, 2, 3, 4 ചെറിയ സബ്സെറ്റ് ഉണ്ടാക്കി. ആ ചെറിയ സബ്സെറ്റ്, ഒരു സബ്സെറ്റ് നള്ളാണ്, നള്ളെന്ന് പറയും, അല്ലെങ്കിൽ വോയിഡ് സബ്സെറ്റ്, അതിലൊന്നും സംഖ്യ ഒന്നുമില്ല. അപ്പൊ ഈ സബ്സെറ്റ് ഒക്കെ റിപ്രസെന്റ് ചെയ്യുന്ന കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അതിനകത്ത് 1, 2, 3, 4 എന്ന് എഴുതും. ഇപ്പൊ ഇതിന്ന് നമ്മൾ സബ്സെറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സബ്സെറ്റ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ഒരു എലിമെന്റ് ഇല്ല, ദാറ്റ് ഈസ് കോൾഡ് എ നൾ സബ്സെറ്റ്. പിന്നെ എന്താ ഉണ്ടാക്കാം? പിന്നെ ഒരു ചെറിയ സബ്സെറ്റ് ഉണ്ടാക്കാം. എങ്ങനെ? ഒറ്റ സംഖ്യ ഉള്ളത് 1, അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിനകത്ത് 2, അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിനകത്ത് 3, അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിനകത്ത് 4. അത് ഒറ്റ എണ്ണത്തിലുള്ള സബ്സെറ്റ് ആണ്, ചെറിയ സബ്സെറ്റ് ആണ്. പക്ഷെ ആ വലിയ സബ്സെറ്റ് 1, 2, 3, 4 സെറ്റിൽ നിന്നുണ്ടായതാണ്. കേൾക്കുന്നുണ്ടോ? പിന്നെ നെക്സ്റ്റ് യു ക്യാൻ ഹാവ് അനദർ സെറ്റ് ഓഫ് അഗൈൻ സബ്സെറ്റ് ഇൻ വിച്ച് യു ഹാവ് 2 numbers. ഫോർ എക്സാമ്പിൾ, കേളി ബ്രാക്കറ്റിനുള്ളിൽ 1, 2 ക്ലോസ് കേളി ബ്രാക്കറ്റ്, അനദർ 1, 2, 3, അല്ലെങ്കിൽ 1, 3. ആ 2 എണ്ണം ഉണ്ടാകാം. 1, 2, 3 ആയി. പിന്നെ ഉണ്ടാകുന്നത് 1, 4. അങ്ങനെ 4 സബ്സെറ്റ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ ഈ സബ്സെറ്റ്സ് എല്ലാം എടുത്താൽ ഇത് എവിടെ ഉണ്ട്? അതിനകത്ത് എലിമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ട്? ആ വലിയ സെറ്റിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സബ്സെറ്റ്സിനെ ആണ് പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രോപ്പർ സബ്സെറ്റ് ഏതൊക്കെയാണ്? ഈ ചെറിയ സബ്സെറ്റ്, മറ്റേ ആ മെയിൻ സെറ്റിനെക്കാട്ടിൽ ചെറുതായിട്ടുള്ളതാണ് പ്രോപ്പർ സബ്സെറ്റ്. എന്നാൽ വേറെ ഒരു സബ്സെറ്റ് കൂടെ ഉണ്ടാകാം. ആ സബ്സെറ്റിന്റെ വലിപ്പം എന്തിന്റെ തുല്യം തന്നെ ആകാം ആ ആദ്യത്തെ സെറ്റിന്റെ, മെയിൻ സെറ്റിന്റെ തുല്യമാകാം. എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് 1, 2, 3, 4 ക്ലോസ് ദ കേളി ബ്രാക്കറ്റ്. ദിസ് ഇസ് ഓൾസോ സബ്സെറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് മെയിൻ സെറ്റ്, ദ അതർ സെറ്റ്. അപ്പൊ ഇതിന് പറയുന്നത് ഇംപ്രോപ്പർ സെറ്റ് എന്നാണ്. അപ്പോ അതാണ് അവര് പറയുന്നത്, ഈ ഇത്രയും തരം ഉണ്ടാകാം. ഇതെല്ലാം എഴുതി വരുമ്പം ഇത് ഹോറിസോണ്ടൽ ലൈനിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അരിത്മെറ്റിക് അല്ലേ? സോ there are universal groups or ensembles in an infinite series when taken with a zero. അപ്പോൾ നമ്മൾ സീറോന്റെ അല്ലെങ്കിൽ നള്ളിന്റെ ഒരു സബ്സെറ്റ് എടുക്കും. They refer to as proper or improper elements which between them distinguish the same horizontal and vertical aspect of the world of mathematics. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി വരുന്നതൊക്കെ ഹൊറിസോണ്ടൽ പാർട്ടിലും മറ്റേ അതിനെക്കുറിച്ചുള്ള ഫൈൻഡിങ്സും മറ്റേതും സ്പെക്കുലേഷൻസും തോട്ട്സും ഇന്റലക്ച്വൽ അബ്സ്ട്രാക്ഷൻസും അതൊക്കെ വെർട്ടിക്കലിന്റെ പോലെ തുല്യമായിട്ട് വരുമെന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ റിപ്രസെന്റ് ചെയ്യാം. അപ്പോൾ മോഡേൺ മാത്തമാറ്റീഷ്യൻസ് യൂസ് ടേംസ് വിച്ച് ഹാവ് അറ്റൈൻഡ് ആൻ അൾട്ടിമേറ്റ് ഡിഗ്രി ഓഫ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പം ദേ വിൽ സ്പീക്ക് ഓഫ് വേരിയബിൾസ് and constants functioning as operators or as functions. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? വേരിയബിൾസ് എന്ന് പറയുന്നതും കോൺസ്റ്റൻസ് എന്ന് പറയുന്നതും. വേരിയബിൾ വേരി ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ ആയിരിക്കാം, കോൺസ്റ്റൻസ് ആണെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അതിന് ആ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ആസ് ഓപ്പറേറ്റർ ഓർ ഇറ്റ്സ് ഫങ്ഷണൽ ആസ്പെക്ട് എന്ന് കരുതി അത്
they can consider those as the moving invisibly between proper and improper. ആ പറഞ്ഞ ആ എലിമെന്റ്സിന്റെ ആ ഒരു നേച്ചർ പോലെ അത് രണ്ടിന്റെ ഇടയ്ക്ക് നീങ്ങുന്നത് പോലെ ഉണ്ടാവും. ഇവരിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ അറൈവ് ചെയ്യുന്ന ആബ്സ്ട്രാക്ഷൻ വഴി കിട്ടുന്ന ആ വേർഡ്സ് ഫങ്ഷൻ ഉണ്ടോ, വേരിയബിൾസ് എന്നും അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്നും ഒക്കെ പറയുന്നത്, അത് പിന്നെ അവർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട് ആണെന്ന് പറയുമ്പം ഇതുപോലെ തന്നെ ഈ പ്രോപ്പർ ഇംപ്രോപ്പർ എന്നുള്ള ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. നോൺ ആൻഡ് അൺനോൺ എലിമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഒരു പോയിന്റ്, നമ്മളൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ഇൻഡിക്കേഷൻ ആസ് എ ലൊക്കേഷൻ വിത്തൗട്ട് ഡയമെൻഷൻ. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻസും പറയുന്നത് അത് പ്രോപ്പറും ഇംപ്രോപ്പറും ആയിട്ട് നമ്മള് എങ്ങനെ അതുപോലെ ഒരു കണക്ഷൻ ഉള്ളത് പോലെയാണ് ഇത് രണ്ടുമായിട്ട് മാറുന്നത്. ഓപ്പറേറ്റർ, അതായത് വേരിയബിൾസും കോൺസ്റ്റൻസും അവര് നിർമ്മിച്ചെടുത്ത ആ വേർഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ, അതിന്റെ ആ എന്താണോ അത് ചെയ്യുന്നത്, അത് അതിന് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഓപ്പറേറ്റർ, ഡിവിഷൻ, ഇവിടെ കൂടുതലും അഡീഷൻ ഒക്കെയാണ് നോക്കി വിചാരിച്ചു, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. കാരണം സെറ്റ്സിന് നമ്മൾ പറയുമല്ലോ, സെറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ദേ ആർ അസോസിയേറ്റീവ് ടു അഡീഷൻ ഓർ ദേ ആർ കമ്മ്യൂട്ടേറ്റീവ് ടു അഡീഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അതിന്റെ ഈ വേരിയബിൾസിന്റെ ഫങ്ഷണൽ ആസ്പെക്ട് അതായിട്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യുമ്പം അതായത് ഇതിന്റെ രണ്ട് പ്രകൃതവും ഇങ്ങനെ ഈ വേരിയബിളിന്റെയും കോൺസ്റ്റൻസിന്റെയും ഓപ്പറേറ്റർ പാർട്ടും അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷണൽ പാർട്ടും കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മൂവിങ് ബിറ്റ്വീൻ ദ പ്രോപ്പർ ആൻഡ് ദ ഇംപ്രോപ്പർ ആയിട്ടുള്ളതും ബിറ്റ്വീൻ ദ നോൺ ആൻഡ് ദ അൺനോൺ എലിമെന്റ്സ്. അപ്പോൾ അപ്പൊ നോൺ ആൻഡ് അൺനോൺ എലിമെന്റ്സ് ചിലപ്പോ ഉണ്ടല്ലോ ഈ എലിമെന്റ്സ് ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സും ആകാം. അപ്പൊ ഓർക്കുന്നുണ്ടോ, പറഞ്ഞില്ല ഐ എന്ന് പറഞ്ഞൊരു സാധനം വരുമെന്ന് അവിടെ കോംപ്ലക്സ് നമ്പറിൽ. അപ്പൊ അവിടെ എന്തോ ഒന്ന് അൺനോൺ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം അവിടെ കാണും. സോ അത് വിട്ടിട്ട് പിന്നെ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദ ഡെഫിനിഷൻ ഓഫ് എ പോയിന്റ് ഈസ് ഇൻഡിക്കേഷൻ ആസ് എ ലൊക്കേഷൻ വിത്തൗട്ട് ഡയമെൻഷൻ ബൈ ദ ലെറ്റർ പി. അത് മാത്രമേ ഉള്ളൂ, അതിനകത്ത് എക്സ് വൈ ഒന്നൊന്നും പറയത്തില്ല. ഒറിജിൻ ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചു, അന്ന് വേറെ ഒരു ഡയമെൻഷനും ഒന്നുമില്ല, എക്സ് ടേമില് വൈ ടേമില് സെഡ് ടേമില് ഒന്നുമില്ല, ആംഗിളിന്റെ ടേമിൽ ഒന്നുമില്ല. ആ പോയിന്റ് ഒറ്റ ഒരു പി എന്നുള്ള ഇതും കൊണ്ട് പിന്നെ പിൻ പോയിന്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഡയമെൻഷൻ ബൈ ദ ലെറ്റർ പി is perhaps the most elementary of schematic mathematical entities, which is both thinkable and perceivable at once. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും, അത് ഒറ്റ ഒരു പോയിന്റിലാണ്. പിന്നെ ഈ പോയിന്റ് നീങ്ങിയാൽ നമുക്കറിയാം എന്താ ഒരു ലൈനിന്റെ ക്രിയേഷൻ ഉണ്ടാവുന്നത്, കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ. പക്ഷെ അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വൺ പോയിന്റ് ഓഫ് origin of anything, whatever it is, some forces or whatever it is. അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവിടെ ഒന്നും ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല. ഇറ്റ് ഈസ് എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ, മാത്തമാറ്റിക് എൻറ്റിറ്റിക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. In such a notion fundamental to mathematics, we nearly attain the visible absolute. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് വേറെ ഒരു ആട്രിബ്യൂട്ട്സും കൊടുക്കാതെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഈ അകൽച്ചയിലാണ്, അങ്ങനെ ഒരു റെഫറൻസും പോയിന്റും കൊടുക്കാതെ പി ആസ് പി ഒരു പോയിന്റ് ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു പോയിന്റ്, ബിന്ദു എന്ന് പറയത്തില്ല നമ്മൾ, ബിന്ദുവായിട്ട് നിൽക്കുന്നത് മാത്രമായിട്ട് ചിന്തിച്ചാൽ അത് that is most fundamental to mathematics, and we nearly attain the visible absolute, not the other absolute. നമ്മൾ ആ absolute അല്ല, ഈ അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ വിസിബിൾ ആബ്സല്യൂട്ട്. അപ്പൊ അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ വരുന്നത്. അപ്പൊ ആ വിസിബിൾ ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്ഷൻ വരുന്ന, ഒരു സെർട്ടിറ്റ്യൂഡ് വരുന്ന പോലെ ഒരു ഇതിലോട്ട് വരുന്നു എന്ന്. ഇതിലെല്ലാം അതല്ലേ പറയുന്നത്. These are all points which can lead you up to that that other unified absolute, ആ തലത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ സെറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിന്റിലോട്ട് വന്നിട്ട് ആ
ഒരു പോയിന്റ് എന്ന് പറയുന്നതിലോട്ട് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുന്നത് വിച്ച് ഇസ് അതർ ആസ്പെക്ട് വേർ ദിസ് ഇസ് അപ്ലൈഡ് അബൌട്ട് അതിന് വിസിബിൾ ആബ്സല്യൂട്ട്. നമുക്ക് ആബ്സല്യൂട്ടിന് വിസിബിൾ ആണോ? അല്ല. അപ്പോൾ വിസിബിൾ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഒരു പെർഫെക്ഷൻ ഉണ്ട്. എന്തോ അവരുടെ ആ പോയിന്റിന് ഒരു ഹോൾസംനെസ് പൂർണ്ണമായിട്ടില്ലെങ്കിലും പക്ഷെ കാക്കത്തൊള്ളായിരത്തിന്റെ അടുത്ത് വരുന്നത് പോലെ വിസിബിൾ ആബ്സല്യൂട്ടിന്റെ അതിന് സമമായി അതിന് equivalent to that we can think, because beyond this visible absolute there is other absolute also, that also we know. അതുകൊണ്ട് ഈ പെർസെപ്ഷന്റെ ലെവലിൽ നോക്കിയാൽ then ഒരു പെർഫെക്ഷൻ ആ ഒരു ലെവലിൽ അങ്ങനെ വിചാരിക്കാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ദാറ്റ് അൾട്ടിമേറ്റ് ആബ്സല്യൂട്ട്. അതുകൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ റെസ്ട്രിക്ഷൻ. അല്ല, അത് തിങ്കബിൾ ആണ്, പെർസീവബിൾ ആണ്, അത് ഇറ്റ് ഈസ് എലമെന്ററി ഓഫ് സ്കീമാറ്റിക് മാത്തമാറ്റിക്കൽ എൻറ്റിറ്റീസ് പറയുന്നു. എലിമെന്ററി അല്ലേ സ്കീമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈന് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ജിയോമെട്രിയിൽ ഒരു ഫിഗർ വരയ്ക്കുമ്പോഴും പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഒരു ലൈൻ വരയ്ക്കുമ്പം അതിന്റെ നീളം ഇത്രയുമാണ്. ഒരു ജിയോമെട്രിയിലെ ഒരു ഫിഗറിന് സ്ക്വയറിന്റെ ഫിഗർ എടുത്താൽ ഒരു പോയിന്റിൽ നിന്ന് നമ്മള് ലൈൻസ് വരയ്ക്കുമ്പം അവിടെ നിന്ന് തുടങ്ങുന്നത് അതാണ് നമുക്ക് യൂക്ലിഡിയൻ തിയറി ഒക്കെ പിന്നെ അടുത്തതിൽ വരുന്ന കണക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് എത്രമാത്രം ഇത് തോന്നും. എവറിത്തിങ് സ്റ്റാർട്സ് ഫ്രം ദാറ്റ് പോയിന്റ്. 100 and 1000 points that makes a line. അപ്പം ഈ പറയുന്ന ബേസിക് ഇതിൽ തന്നെ അത്രമാത്രം ഡയമെൻഷൻസ് ഉണ്ട് അതിന്. അപ്പൊ then it stands by its own without any extensions or this thing. അങ്ങനെ ഒരു ഇതാണ്. കാരണം ഈ പറയുന്നത് you need not go ഒരു വലിയൊരു നമുക്ക് അപ്പൊ തന്നെ അത് പെർസീവ് ചെയ്യാനും കാണാനും അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ പറ്റും. അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റും, പെർസീവ് ചെയ്യാനും പറ്റും. അവിടെ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ പടം വരയ്ക്കാൻ പോവുകയാണ്, ലൈൻ വരയ്ക്കാൻ പോവുകയാണ്, അവിടെ നിന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ പറയത്തില്ലേ ബിന്ദുവില് ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിൻ പോയിന്റഡ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് നമ്മുടെ അറ്റൻഷൻ വേവറിങ് അങ്ങനത്തെ ഒരു നമുക്ക് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് കാണാനും ഇതെല്ലാം പറയുന്നതും പക്ഷെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഇതായിരിക്കും ബിന്ദു. അതെ ട്രാൻസെൻഡന്റലിന് അപ്പുറം പോയിട്ടില്ല, പക്ഷെ അതിന്റെ വക്കിന് ചെന്ന് നിൽക്കുന്നത് പോലെ. പിന്നെ നമ്മുടെ പിന്നെ ഹരിചേട്ടൻ പറഞ്ഞതുപോലെ ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് അല്ല, പക്ഷെ ഫൈനൈറ്റ് ആണ്. കാക്കത്തൊള്ളായിരം പറഞ്ഞില്ലേ ആ ഒരു പോയിന്റില്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട് നമുക്ക്. There is something more. We have to go beyond this thinking and that perception and all that. We have to go beyond to another one plane that is there. So ആ ലിമിറ്റേഷനിൽ നമ്മൾ മാത്തമാറ്റിക്സ് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഇതിങ്ങനെ വന്നിട്ട് കുറെ ഈ വേരിയേഷൻസും പിന്നെ മെഷറിങ്ങും മറ്റേതും ഒക്കെ ചെയ്യുമ്പോഴും ഇവിടെ ആ മെയിൻ പോയിന്റിലോട്ട് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പോയിന്റ് വരെ നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ എന്ന് ഉള്ള ഒരു കാര്യമുണ്ട് അതിനകത്ത്. യു ഹാവ് ടു ഗോ ബിയോണ്ട് മോർ. കുറച്ചുകൂടെ ചിലപ്പം ബ്രേക്ക് അവേ ഫ്രം ഫ്രം ദ യൂഷ്വൽ വേ ഓഫ് കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ് ആൻഡ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് മോർ ബോൾഡ്ലി. അങ്ങനെ ഒരു വേരിയേഷൻ വരേണ്ടി വരും. കാരണം അത് ഏതെങ്കിലും ഒരു കാര്യം ഫെയിലിയർ ആണെങ്കിൽ സെറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ പിന്നെ വേറെ ഒരു രീതി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ആ ലെവലിലോട്ട് വന്നാൽ ശരിക്കും ആബ്സ്ട്രാക്ഷൻ ആ പോയിന്റ് പോലെ ഉള്ള ആ ഒരു ലെവലിൽ ചെന്നാൽ
മനസ്സിലായോ? യൂക്ലിഡിയനോ എന്തൊക്കെയാണല്ലോ പിന്നെ അതെ. പിന്നെ അടുത്തത് ഇത് റിഗാർഡിംഗ് സ്പേസ്, ഇന്നോവേഷൻ റിഗാർഡിംഗ് സ്പേസ്. ഇന്നോവേഷൻ ആണ് ഡിസ്കവറി ഓർ ഇന്നോവേഷൻ റിഗാർഡിംഗ് ദ സ്ട്രക്ചേഴ്സ് ഫോർ സ്പേസ്. അപ്പോ ആ സ്പേസിന്റെ കാര്യം ക്ലാസിക്കൽ ഡെഫിനിഷൻ പ്രകാരം അവർ പറഞ്ഞത് അത് ഈ യൂക്ലിഡിയൻ പോസ്റ്റുലേറ്റ്സ് പ്രകാരം പിന്നെ സ്പേസ് എന്ന് പറയുന്നത് പാരലലായിട്ട് ഉള്ളതാണ്, സക്സസീവ് പാരലൽ ലേയേഴ്സിന്റെ പോലെയാണ് സ്പേസ് എന്ന്. പക്ഷെ അത് ലോബോറ്റസ്കിയും അങ്ങനെ തന്നെയാണ് അതിനോട് യോജിച്ചത്. He said many that conceived of space there are many parallels that existed side by side. അപ്പോൾ അങ്ങനെ ലെയർ ബൈ ലെയർ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ആണ് സ്പേസ് എന്ന് ഇപ്പൊ നിറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസിക്കൽ ഡെഫിനേഷൻ പ്രകാരം, യൂക്ലിഡിയൻ പോസ്റ്റുലേറ്റ് പ്രകാരം, ലോബോറ്റസ്കി പ്രകാരം പാരലലാണ്. പക്ഷെ റൈമൻ അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു, he thought that it is a space involves it's of a spherical curvature. It has a spherical curvature. Space has a spherical curvature. But what happens, അപ്പൊ ഇങ്ങനെ പലതും വരുന്നുണ്ട്, ആ ഹൊറിസോണ്ടൽ ആക്സിസിൽ പലതും വരുന്നുണ്ട് ഇപ്പം സ്പേസിനെ കുറിച്ച് ഓരോരോ ഇത്. ബട്ട് അങ്ങനെ while Lobachevsky rather he thought in terms of a vertical axis എന്ന് പറഞ്ഞാൽ ആബ്സ്ട്രാക്ഷൻ ആ ലെവലിലോട്ട് പോയി. പിന്നെ ആ ലെവലിൽ തന്നെ നിന്നിട്ട് പിന്നാണ് മിൻകോസ്കി എന്ന് പറഞ്ഞ അദ്ദേഹം സ്പേസ് മാത്രമല്ല ടൈമും ഇട്ടിട്ട് സ്പേസിനപ്പം എത്ര ആക്സസ് വേണം, സ്പേസ് ഡിഫൈൻ ചെയ്യാൻ XYZ 3 എണ്ണം വേണം. മിൻകോസ്കി കാർട്ടീസിയൻ പ്രകാരം ഡെസ്കാർട്ടസിന്റെ പോലെ ആണെങ്കിൽ, കാർട്ടീസിയൻ ആണെങ്കിൽ 3 എണ്ണം വേണം. Because he puts space and time together into a pattern. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പേസിന് XYZ ടൈമോട് ഉൾപ്പെടുത്തുമ്പോൾ 4 ഡയമെൻഷൻ വരും. അപ്പൊ ഈ 4 ഡയമെൻഷൻ ഉൾപ്പെടുത്തിയിട്ട് ഈ സ്പേസ് മാത്രം റെസ്ട്രിക്ട് ചെയ്യാതെ ടൈമോട് ഉൾപ്പെടുത്തിയിട്ട് 4 ഡയമെൻഷൻ കൊണ്ടുവന്നു. അപ്പോ കാരണം ഇവിടെ ടൈമിന്റെ കാര്യം എവിടെ വരും, ഐൻസ്റ്റൈനിന്റെ കാര്യം ഇതില് റിലേറ്റിവിറ്റി തിയറിയിൽ വരത്തില്ലേ, അവിടെയും വരും. അപ്പൊ ആ ഒരു പോയിന്റിലോട്ടും പോകണം. These innovations are still questionable. അതായത് 4 ഡയമെൻഷൻ അതെന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദറ്റ് സ്പേസ് ആൻഡ് ടൈം. XYZ ആക്സിസിൽ എടുത്തിട്ട് നമ്മളൊരു പോയിന്റ് ഒറിജിനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് X ആക്സിസ് ഇത്രയും നീങ്ങുന്നു, എന്നിട്ട് വേറെ ഒരു പോയിന്റിലോട്ട് വരുന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അതാണ് ഗുരുദാസ് പറയുന്നത്, ചിലപ്പം ഈ വേരിയേഷൻ സ്പീഡ് ഓർ വെലോസിറ്റി ഓർ സംതിങ് വിച്ച് ഹാസ് എ ഡിപ്പെൻഡൻസ് ഓൺ ടൈം. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഈ സമയത്തിനുള്ളിൽ is the speed. The change of the speed is called acceleration. That also depends on time. Force moving with time. ഇതൊക്കെ ടൈം ഫാക്ടറോട് വന്നിട്ട് അങ്ങനത്തെ അളക്കുന്ന സംഗതികൾ ഈ X ആക്സിസ് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്ന 4 ഡയമെൻഷൻ എന്നുള്ളത്. എന്ത് പറഞ്ഞാലും ഈ തരത്തിൽ ഉള്ള abstractions വഴി പിന്നെ മാറ്റങ്ങൾ വരുത്തുന്നത്, these mathematicians are treated with due respect, that is given as much respect as given to the gurus in India. Why scientific people should have this preference towards certain persons who break convention is not clear, not very clear. അപ്പോൾ പക്ഷെ അതങ്ങനെയാണ്, മാത്തമാറ്റീഷ്യൻസ് അങ്ങനെയാണ്. അവര് എപ്പോഴും ഒരു കൺവെൻഷൻ, അതായത് എന്താണ് കൺവെൻഷൻ എന്താ പറയുന്നത്, പരമ്പരാഗതമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിനെ അങ്ങനെ അവര് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും. they don't conform to the convention. They can think otherwise, bold little more and go out of it. And sometimes see the youngsters like Galva and also later they say Galva and the younger ones like Emil, they were almost sort of put down so much they have to die young എന്ന് പറയുന്നുണ്ട് later. അവരൊക്കെ ബോൾഡ് ആളുകളാണ്. അവർ കൺവെൻഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സിൽ നിൽക്കാതെ അവർ കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് ആബ്സ്ട്രാക്ഷനിൽ പോയിട്ട്
വേരിയേഷൻ കൊണ്ടുവന്ന് വേറെ ഒരു രീതിയിൽ ചിന്തിച്ച് വെർട്ടിക്കൽ ലൈനിൽ ഉയർന്നിട്ടുണ്ട്. ആ പോയിന്റാണ് ഈ 6ൽ പറയുന്നത്. റിലേറ്റഡ് ടു ദ വാട്ട്സ് സ്പേസ്. 6ാമത്തെ 5ാമത്തെ ട്രാൻസ്ഫൈനൈറ്റ് നമ്പറിന്റെ ആയിരുന്നെങ്കിൽ 6ാമത്തെ ദിസ് അബൌട്ട് സ്പേസ്. പിന്നെ ലാസ്റ്റിൽ വരുന്നതാണ് പിന്നെ ചില ഡിസ്കവറീസ് ആൻഡ് ചില ഇൻവേഷൻസ്, മാറ്റങ്ങൾ വരുത്തിയത് എന്തായിരുന്നു. സ്പേസിൽ എങ്ങനെയാണോ മാറ്റം വരുത്തിയത് 4 ഡയമെൻഷൻ വരെ കൊണ്ടാക്കിയത്, അതുപോലെ ഇവിടെയും സ്പേസിനെ സംബന്ധിച്ചും ഒരു ഇന്നോവേഷൻ വരുത്തിയിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ സ്പേസിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യും, പിന്നെ ക്വാളിറ്റി മെഷർ ചെയ്യും പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുവാണെങ്കിൽ അതിന് പിന്നെ അത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയും. ചലിച്ച് ഏതെങ്കിലും ഒരു ദിക്കിൽ ദിശയായി ഒരു ദിശയില്ലെങ്കിൽ ആ ഫംഗ്ഷന് there is no direction means then it's called a scalar quantity, like for mass or something like that. Mass that is something which is sort of fixed. It does not have any direction. But then if you take velocity or if you take displacement, അങ്ങനെ എടുക്കുമ്പോൾ ഒരു പോയിന്റ് ഒരു ദിശയിലോട്ട് ചലിച്ചാൽ ആ ചലനം അതിനൊരു ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അതിന് ടൈം ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്ത് സ്പീഡുണ്ട്, അതായത് വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ എടുത്താൽ എന്താ സംഭവിക്കും? ആ ഫോഴ്സ് ഒക്കെ മെഷർ ചെയ്യുമ്പം അതിന് ഡയറക്ഷനും ഉണ്ട്. മാസിനില്ലെങ്കിലും മറ്റേത് ഫോഴ്സ്, പിന്നെ വേറെ ഒന്ന് എന്താണ്, പിന്നെ സ്പീഡ്, ഒരു ദിശയിലോട്ടാണ് പോകുന്നത് ഓബ്ജക്റ്റ് അല്ലേ. പിന്നെ ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, റിവേഴ്സിൽ പോകുമ്പോൾ. പിന്നെ വേറെ ഒന്നുകൂടെ ഇലക്ട്രിക്കൽ ഫീൽഡ്, അതിനും ദിശയല്ലേ, അതിനും ഡയറക്ഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, മാഗ്നറ്റിക് ലൈൻസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ കാന്തം വെച്ചിട്ട് നമ്മൾ കാണത്തില്ലേ ലൈൻ പോലെ വരുന്നത്, അവിടെയും ഫീൽഡ് പലയിടത്തും പലതാണ്. അപ്പോൾ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫീൽഡ്സും പിന്നെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വേരിയിങ് പിന്നെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഡയറക്ഷൻ ഉള്ളതുണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ ഉള്ള മെഷർമെന്റില് ക്വാണ്ടിറ്റി മാത്രമല്ല, പക്ഷെ ആ ഡയറക്ഷനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കിട്ടുന്നതാണ്. അത് അടയാളപ്പെടുത്തി അതിലവിടെ അതിന് പ്ലെയിൻ, ഈ വെക്ടോറിയൽ ക്വാണ്ടിറ്റി നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് പ്ലെയിൻ എന്ന് പറയാം. ആ ഒരു പ്ലെയിൻ, ആ സ്പേസ്. സോ അതിനെ സംബന്ധിച്ചുള്ളതാണ് അടുത്ത ഇന്നോവേഷൻ. അപ്പോ വെക്ടോറിയൽ സ്പേസ് when measured with arithmetic units, vectorial space gives directed numbers that are scalar in status. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സംഖ്യയുണ്ട്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, സ്പീഡ്, ഇതിനെല്ലാം ഒരു സംഖ്യയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിന് യൂണിറ്റ്സും കാണും. ഈതർ മീറ്റേഴ്സ് പെർ സെക്കൻഡ് or foot per second, and that is displacement. If it is speed also, it will be like that, a displacement, and speed will be essentially the same. Then acceleration ആണെങ്കിൽ meters per second അപ്പോൾ meters per second square. ആ യൂണിറ്റ്സും കാണും, സംഖ്യയും കാണും. അതാണ് സ്കെയിലാർ. പക്ഷേ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ഒരു പിന്നെ ഒരു അത് ഫിസിക്സിൽ ഡയഗ്രാം വരച്ച് കാണിക്കുന്നത് ഇങ്ങനായിരിക്കും. ഒരു പോയിന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒറിജിൻ എടുക്കുന്നു. ആ ഒറിജിനൽ ആ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ഡയഗണലായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് പിന്നെ പറയും ഇതൊരു വെക്ടോറിയൽ ക്വാണ്ടിറ്റി ആണ്. അത് പറഞ്ഞാൽ എന്തോ സങ്കല്പിക്കാം. യു ക്യാൻ തിങ്ക് ഓഫ് സം സ്മോൾ ഇൻസെക്ട് ഓർ സം insect can also have a free will. So you won't eat that. Say it's a barge, and the barge is being pulled by say some person, or if it's a horse, which is a horse track that has been drawn, then from O it has gone in one particular direction. So when it was moving, it had a speed. That speed can be expressed in foot per second, or whatever is the unit that you take, but it has direction. So what you should do, on the top of that number you must put one arrow, or a horizontal arrow.
എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെക്ടർ ആണെന്ന്. അപ്പോ ആ സ്പേസ് ഈ വെക്ടർ ചലിക്കുന്ന ആ സ്പേസ്, ആ പ്ലെയിന്, അതിന്റെ ആ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. സോ അരിത്മെറ്റിക്കില് ഈ വെക്ടറിന് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഇറ്റ്സ് എ വെക്ടോറിയൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അങ്ങനത്തെ മെഷറബിൾ ഫങ്ഷൻസ് ആർ കോൾഡ് വെക്ടോറിയൽ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോ എന്താ സംഭവിച്ചു? ദ സ്കേലാർ ക്വാളിറ്റി, അതായത് ഓൺലി ക്വാണ്ടിറ്റി മാത്രമുള്ള സ്കേലാർ ക്വാണ്ടിറ്റിയില് അതിനെ കുറച്ചുകൂടെ ഒരു അയവ് വരുത്തി. എങ്ങനെ അത് സഞ്ചരിക്കുന്നു അങ്ങനെ വരുത്തിയപ്പം, ലിബറലൈസേഷൻ വരുത്തിയപ്പം, can be further liberalized, then we have purer vectorial space of a more qualitative order. അപ്പോ വെറും സംഖ്യ മാത്രമല്ല, ക്വാണ്ടിറ്റി അല്ല, അതിനൊരു ക്വാളിറ്റിയോട് കൊണ്ടുവന്ന് എങ്ങനെ ഒരു ദിശയിൽ മാത്രം പോകുന്നു. അപ്പൊ വെക്ടോറിയൽ ആയിട്ടുള്ള സ്പേസ് അവിടെ വന്നു. And when the rigidity of such a vectorial space is further relaxed, we get tensorial space. അതെ, ഇങ്ങനെ വിചാരിച്ചോളൂ. ഇത് പറഞ്ഞ് ഞാൻ പോയിന്റ് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചോളൂ. ഇപ്പം ഞാന് XYZ ഉണ്ട്, അവിടെ നടുക്ക് ഒരു ഒറിജിൻ ഉണ്ട്. ആ ഒറിജിനിന്ന് ഒരു വെക്ടോറിയൽ ക്വാണ്ടിറ്റി ഈ Y ആക്സിസും X ആക്സിസ് Z അവിടെ നിന്നോട്ടെ, വൈയും എക്സ് ആക്സിസിന്റെ ഇടയ്ക്കായിട്ടല്ല, അങ്ങോട്ട് ആ Z ആക്സിസിന്റെ ആ ദിശയിലോട്ട് നിൽക്കുന്നു. സങ്കല്പിക്കാമോ ചേർജി? എന്ന് പറഞ്ഞാൽ ഞാനൊരു പമ്പരത്തിന്റെ ആ ആണി പിന്നെ ആ ഒറിജിനിൽ വെക്കുന്നു. എന്നിട്ട് ഞാൻ പമ്പരത്തിന്റെ ആക്സിസ് വിഷ്വലൈസ് ചെയ്തിട്ട് ആ ആണി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു അച്ചുതണ്ട് പോലെ ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ അച്ചുതണ്ട് ആ ക്വാർട്ടറിലോട്ട് തള്ളി വെക്കുന്നു. ഏത് ക്വാർട്ടർ? എക്സ് ആക്സിസും Y ആക്സിസും Z ആക്സിസും ഉള്ള ആ അങ്ങോട്ട് തള്ളി വെക്കുന്നു. അങ്ങനെ വെച്ചിട്ട് ആ സാധനം അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അങ്ങോട്ട് ആ ഫോഴ്സ് ആ ദിക്കിലോട്ടാണെങ്കിൽ വെക്ടോറിയൽ. പക്ഷെ പിന്നെ ഇതിന് ചലനം പിന്നെയും വന്നാൽ, അപ്പൊ പോയിന്റ് ചലിച്ചു, വെക്ടോറിയൽ ക്വാണ്ടിറ്റി കിട്ടി, സ്കേലാർ സാധനം വെക്ടോറിയൽ ക്വാണ്ടിറ്റി ആയി. ഇനി വെക്ടോറിയൽ സാധനം അത് കറങ്ങാൻ തുടങ്ങിയാലോ, Y ആക്സിസിന്റെ ചുറ്റിനും പമ്പരം പോലെ കറങ്ങിയാൻ തുടങ്ങിയാലോ, സഞ്ചരിക്കുന്നില്ലേ? അത് പമ്പരം കറങ്ങുന്ന പോലെ അറ്റ് കണ്ട് കറങ്ങുന്നു എന്ന് വിചാരിച്ചു. ദാറ്റ് വിൽ ബി ദ ടെൻസോറിയൽ പാർട്ട്. മനസ്സിലായോ? അപ്പോ അങ്ങനെ when the rigidity of such a treatment is relaxed to a further degree, we get the tensorial space. അപ്പൊ ഇത് കറങ്ങുന്ന സ്പേസ് മനസ്സിലായോ? That is the tensorial space. With its further implication of spinal calculus. അപ്പൊ അവിടെ കണക്ക് വരുന്നത് സ്പൈനൽ കാൽക്കുലസ് ആണ്. അപ്പോ ഒന്ന് ഓർത്ത് നോക്കിക്കോണം, ഇതിന്റെ സഞ്ചാരത്തിനെ കുറിച്ച്. ഇതിന് എന്താണോ നമ്മൾ വിചാരിക്കുക, എന്തിനാ ഈ വട്ടുപിടിച്ച സാധനമൊക്കെ ചെയ്യേണ്ടത്? ഇല്ല, ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസും പിന്നെ ഒക്കെ ഉണ്ടല്ലോ. ആ ഇൻസ്ട്രുമെന്റ്സിനകത്ത് ഈ മാറ്റർ വെച്ചിട്ട് മാറ്ററിനെ കുറിച്ച് പഠിക്കണം. ഈ മാറ്ററിനകത്തെ ന്യൂക്ലിയസ് ഒക്കെ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ കറക്കമൊക്കെ ഇങ്ങനെയാണ്, ഈ ടെൻസോറിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഒരു സയന്റിസ്റ്റ് എന്തുമാത്രം ഈ ഫോഴ്സും ചലിക്കുന്ന ഫോഴ്സിനെ കുറിച്ചും എന്തുമാത്രം ആബ്സ്ട്രാക്ഷൻ നടത്തിയാലാണ് എന്തൊക്കെ അനുവദിക്കണം, ആ സിസ്റ്റമിനകത്ത് എന്തൊക്കെ അനുവദിക്കണം, എന്നിട്ട് അതിൽ നിന്നല്ലേ സ്പൈനൽ കാൽക്കുലസ് ഉണ്ടാക്കുന്നത്, ഫർദർ ഇംപ്ലിക്കേഷൻ ഓഫ് സ്പൈനൽ കാൽക്കുലസ് ഉണ്ടാവുന്നത്. സോ ഹൗ such liberties takes place with space can be justified is a mystery only known to the high priest of mathematics. ഗണിതശാസ്ത്രത്തിലെ അങ്ങേയറ്റം ഉയർന്ന തലത്തിൽ അബ്സ്ട്രാക്ഷൻ ചെയ്ത് നിൽക്കുന്നവർക്കേ ഇതൊക്കെ അത് ശരിയാക്കി ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇത്രയുമാണ് ഇന്നോവേഷൻസിനകത്തെ അതിശോക്തിക്കകത്തെ. പിന്നെ അങ്ങേ അറ്റം ചെന്ന് എത്താൻ പോകുന്ന ആ പോയിന്റ് എന്നാ എത്തിയിട്ടില്ല, അങ്ങനെ ഉള്ള ഒരു രീതിയിൽ എത്തുന്നുണ്ട്, ഇനി എത്താനുണ്ട് എന്നുള്ളൊരു രീതിയിൽ എത്തുന്ന അങ്ങനെയാണ്. അത്രയും കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്തത് പിന്നെ എളുപ്പം പോകാം. വി ഹാവ്, അപ്പൊ നമ്മൾ ഇത്രയും വണ്ടേഴ്സ് വി ഹാവ് റിവ്യൂഡ്
One was invention, discoveries and innovations. Modern mathematics. ചിലത് arbitrary ആണ്. And some conclusions were derived from previous postulates. അതായത് ഡിഡക്റ്റീവ് ആയിട്ട് കിട്ടി. അപ്പോൾ അന്നേരം അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രോപ്പർ, ഇംപ്രോപ്പർ, പിന്നെ ഓൺസെമ്പിൾസ്, എലിമെന്റ്സ്, ഓപ്പറേറ്റേഴ്സ്, അതെല്ലാം നമ്മൾ റിഫർ ചെയ്തായിരുന്നല്ലോ. ആ ലെറ്റേഴ്സ് ഒക്കെ because they were put like that because we had special interest in them. They tend to prove what certain points out as a role of mathematics in general. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ആണെന്ന് കാണിക്കാൻ ആ ടേംസ് സെറ്റ്സിനകത്തെയും സബ്സെറ്റ്സിനകത്തെയും ടേംസ് ഒക്കെ ഉപയോഗിച്ചത്. മനസ്സിലായോ? അതിനാണ് ഉപയോഗിച്ചത്. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് മാത്തമാറ്റിക്സിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്സ് ഒരു കാര്യം ചെയ്യും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് പാറ്റേൺസ് ഓഫ് ദീസ് ആബ്സ്ട്രാക്ഷൻസും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ മറക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം എപ്പോഴും കണ്ടിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ അവർ ഇക്വേഷൻസ് തരുന്നത്, ഫോർമുലാസ് തരുന്നത് ഓർത്തിരിക്കാൻ. It is the first task of mathematics is to provide a convenient and accurate method of summarizing experience. In the experience in the experimental field or in their mathematical what you call derivation or mathematical എന്താ പറഞ്ഞത്, നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അത്ലറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ ആ വർക്കില്ലേ അതിന്. അപ്പോൾ ആ എക്സ്പീരിയൻസ്, ആ തലത്തിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവർ ചുരുക്കി ആക്യുറേറ്റ് ആയിട്ട് അവര് ചില ഷോർട്ട് ഫോമിൽ, നമ്മുടെ കെമിസ്ട്രിയിലെ ഇക്വേഷൻ പോലെ അവർ കൺവീനിയന്റ് ആയിട്ട് അവര് സമ്മറൈസ് ചെയ്ത് തരും. So the first task of mathematics is to provide a convenient and accurate method of summarizing experience. Without this conversion, it would be very difficult for mind to grasp the complicated patterns revealed by the laboratory experiments, and science would be hopelessly bogged in an ever-increasing maze of seemingly unrelated facts. എന്നാൽ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നും. പക്ഷെ ഇവർ ഈ ഷോർട്ട് ഫോം ചിലതൊക്കെ ഇക്വേഷൻ ഫോമിലോ വല്ലതും തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സിയോംസ് പോലെ തരുവോ, അങ്ങനെ വല്ലതും തന്നാൽ അത് കണക്ട് ചെയ്ത് നമുക്ക് ഒരു വാട്ട് ഇസ് എ ലാർജ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രഹിച്ച് പോകാൻ പറ്റും. പിന്നെ സോ വി ക്യാൻ സേ മാത്തമാറ്റിക്സ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഓൺലി conforms to convention. It's not some mathematicians are no respecters of tradition, but they are incorrigible heretics. അവർ ബോൾഡായിട്ട് മുന്നോട്ട് പോകും. അത് ചിലത് ശരിയല്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് എടുത്ത് കളയും അവർ. ബട്ട് ഇൻകോറിജിബിൾ ഹെറിറ്റിക്സ്, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അവരുടെ കൺവിക്ഷൻസ് എടുത്ത് കളയും. ബട്ട് ഇൻകോറിജിബിൾ ഹെറിറ്റിക്സ് who are prepared to change their ground and invent new systems of thought as soon as the old is seriously challenged. The true touch of genius appears, adana the point. The true touch of a genius appears only when the new algebra or geometry opens up fresh fields of thought, and this is a very rare event. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെർട്ടിക്കൽ ആക്സിസിൽ മുന്നോട്ട് പോകുമ്പം ആ സത്യത്തിന്റെ ആ തലത്തിലോട്ട് നമ്മൾ പോകുമ്പം ക്ലോസർ ടു ദ എന്താണ് എന്താ പോയിന്റ്, ഒമേഗ പോയിന്റ് അല്ലേ, ആ തലത്തിലോട്ട് പോകുമ്പോൾ ശരിക്കും ഡീവിയേറ്റ് ചെയ്യും. അവര് ഇതിന് മുമ്പേ കണ്ട ആ പിന്നെ കൺവെൻഷനൽ ആയിട്ടുള്ളതിൽ നിന്ന് അവര് മാറ്റിപ്പോകാനുള്ളത് ഫിയർലെസ് ആയിട്ട് അവർക്ക് കുറച്ച് കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടി കിട്ടും. സോ mathematics has to proceed by breaking away from convention as well as by conforming to it. കുറെയൊക്കെ അത് പഠിക്കണം, മനസ്സിലാക്കണം, കൺഫോം ടു ഇറ്റ്. അതിന് ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. ചില ബേസിക് കാര്യങ്ങൾ അംഗീകരിച്ചാൽ മതിയാവും. പക്ഷെ അതിൽ നിന്ന് വ്യതിരിച്ച് പോകാനുമുള്ള ആ ധൈര്യം ഉണ്ടാവണം. The mainstream of mathematics is filled with contributions of many bold spirits, many of them like Abel and Galois, who were fated to die young. These spirits felt impelled to depart from the usual convention. And the best proof of their correctness consists in the fact
that the innovations have succeeded in practice. In practice, it has succeeded. Adan practical use veri. Pure mathematics thus represents facts when understood in its verticalized version. Omega point ennulla thalatthil abstraction chennettial nalladana. Both the possible versions must have എന്ന് പറഞ്ഞാൽ രണ്ടും വേണം. ഏത് ഹൊറിസോണ്ടലും അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അരിത്മെറ്റിക്കൽ അതും വേണം, ക്വാളിറ്റേറ്റീവും വേണം, രണ്ടും വേണം. സയന്റിസ്റ്റ് ചെയ്യുമ്പം അത് മാത്തമാറ്റീഷ്യൻസ് ചെയ്യുമ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അരിത്മെറ്റിക് പാർട്ട് വേണം, ആ വേർഷനും വേണം. ആൻഡ് the other one also is required, vertical version വേണം. Both the possible versions must have that normative absolute for reference. അപ്പൊ ഇത് രണ്ടും കൂട്ടി മുട്ടുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിൽ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പം ഒരു 0 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? On which alone innovations and liberties are possible. So with this we will wind up this session. Next is mathematics falls short of the absolute. അത് കുറച്ച് ഇത്രയും മാത്തമാറ്റിക്കൽ അല്ല, അതുകൊണ്ട് ഒരു പ്രയാസം ഒന്ന് മാറിക്കിട്ടും. Very grateful to Hariji, Harikumar Sharma ji for giving that help. Mathematics teacher അല്ലെ, ട്യൂഷൻ ഒക്കെ എടുത്ത് കുറെ ഡൗട്ട്സ് നമുക്ക് ഉള്ളത് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തന്ന്. എൻ്റെ ഒരു മാത്സ് പ്രൊഫസർ ഇവിടെ ഉണ്ടായിരുന്നു, ആ അമ്മയുടെ ഞാൻ ഹെൽപ്പ് എടുത്തു. And to them I express my gratitude. Even Saratji and both of us express our gratitude to understand math much better and explain it in this, with reference to this. Thanks to everybody for that. So we'll wind up, Saratji. Okay. Yeah. So we bow humbly and surrender ourselves to the all-pervading and all and ever-pervading effulgence of the Absolute. Love, bliss, Hari Om.